രാമു എണീക്കടാ. പോയി പള്ളിയേക്ക് മോനെ. അപ്പം പള്ളി പോയിട്ട് വരാം. നാളെ മലയിൽ പോണ ദിവസമല്ലേ? എണീക്ക്. ഒന്ന് വേഗം പോ ചേർത്ത്. ഓ അമ്മച്ചി കാപ്പിയായോ? ഇപ്പൊ അനത്ത് തരാം. മോനകത്തോട്ടിയല്ലേ? എന്താടി? രാമു മോളെ, നീ ആ പാലിങ് കൊണ്ടുവാ. അച്ഛനും കൊണ്ട് കൊടുക്ക. എനിക്ക് ഇതാ ചായ മതി. രാമുവേ, വളർന്നുകൊണ്ടേണ്ട എവിടെയാടാ? പള്ളി പോയി. നിനക്കിങ്ങനെ കളിച്ചു നടന്നാ മതിയോ? നിന്റെ അപ്പനോട് ഈറ്റക്കാട്ടി വരാൻ മേലെ. അപ്പൻ എന്നെ മലയ്ക്ക് കൊണ്ടുപോകണില്ല. നാരായണേട്ടൊന്ന് പറയോ? ഞാൻ പറയാം. സത്യം പറയാവടാ. പരമയുടെ പരമോ? ആ കഴുതന്ന് ഉറക്കമല്ലേ? എല്ലങ്ങോട്ട്. സൂത്രം കളിച്ചേ. ഈ രാമനിൽ പറയാൻ സാധിക്കില്ല. പൊടി അവിടെ അമ്മേ ശല്യം അമ്മേ അയ്യോ അയ്യോ അമ്മേ. ആ കാശ് പോടാ. നിന്റെ മുതലാളിയെ ഞാൻ കാണാനിരിക്കുക. എന്റെ ആശാനെ ജയിലിലാക്കിയവനാണ് അവൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. ആ കാശ് എന്നിട്ട് പോന്ന് പോടാ. എഴുന്നേക്ക്. നിനക്കെന്നെ തല്ലണ്ടേ?
എന്റെ കർത്താവേ, ഇനി ഇതേ എന്റെ കയ്യിലുള്ളൂ. പന്നി പുറത്ത്. പന്നി അകത്ത്. എന്റെ ദൈവമേ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വാസു, എനിക്കൊരു കുപ്പി കള്ളൂടെ വേണം. എനിക്കൊരു കുപ്പി കള്ള് വേണം. കള്ള് തീർന്നു. കള്ളം പറയുന്നടാ, പോയി കള്ള് കൊണ്ടുവിടാം. പറഞ്ഞു കേട്ടില്ലേ, കള്ള് കൊണ്ടുവിടാൻ. ഇങ്ങനെ കുടിച്ചു തീർത്ത ഈറ്റ വെട്ടിക്കൊണ്ട് വരുമ്പോ കുടുംബത്തെ കരിവാനിക്കാൻ പിന്നെ ഒന്നും കാണില്ല. എടാ, ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കൊടുത്തില്ലേ? കൊടുത്തു. ഇനി കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓരോ കുപ്പി ചാരായം വേറെ വേണ്ടേ? വേണം. കടം വാങ്ങിക്കുന്നത് അതിന് വേണ്ടേ? ഈറ്റ കൊണ്ടുവരുമ്പോ ഞാൻ എന്റെ കടം മുഴുവനും വീടിട്ടേ ബാക്കി വാങ്ങിക്കാറുള്ളൂ. എനിക്കാരുടെയും ഓശാരം വേണ്ട. വറുതുണിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമാണ്. ഇവര് കൊണ്ടിരുന്ന ഈറ്റയും മോശം. നല്ല വില കൊടുത്താലും കടം മിച്ചം. മലയെന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അരി വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് എന്റെ പുറകെ തണ്ടല്ല. വാസു, എന്തോ? എല്ലാവർക്കും ഓരോ കുപ്പി കള്ളു കൊടുത്തേരെ. പോവാൻ നേരം 2 കുപ്പി ചാരായവും. ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് എബ്രാം സാറിനെ കണ്ടാൽ മതി. ഓരോരുത്തർക്കും എത്ര ഈറ്റ വേണമെന്ന് അദ്ദേഹം പാസ് തരും. എനിക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങണം. പുറത്തുനിന്നല്ലേ ഇപ്പൊ വന്നത്? 2 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇതാവില്ലോ. പിന്നെ രൂപ എടുത്തിട്ടേ പൊങ്ങണില്ല. 2 ചുമട്ടുകാരെ കൂട്ടിക്കൊണ്ടുവാ. മോളെ രൂപ ഇരിപ്പുണ്ടെങ്കിൽ 2 രൂപ പറ്റുന്നതാ മോളെ. എന്റെ കയ്യിൽ എവിടുന്നാ രൂപ? എന്നാ 2 പനമ്പെങ്കിലും താ. ആ, പനമ്പ് വിറ്റിപ്പോ കള്ളു കുടിക്കണ്ട. എല്ലാരും ഈറ്റ വെട്ടാൻ പോണു, നിങ്ങൾക്കും പൊയ്ക്കൂടെ? എനിക്ക് വയ്യടി. എന്നാ വയ്യാന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് ചീട്ടും കളിച്ച് നടന്നു. ഞാനും മോളും കൂടി പനമ്പ് നെയ്ത് നിങ്ങൾക്ക് ചോറ് തരാം. എന്നെ മിന്നി കെട്ടിയിട്ട് ഇത്രയും കാലമായി. നിങ്ങൾ ചെലവിനെന്നും പറഞ്ഞ് 1 രൂപ തന്നിട്ടുണ്ടോ? ഉണ്ടായിട്ട് വേണ്ടേ തരാൻ. ആ മോളെ, നാളെ രാവിലെ മറുതണ്ണി ചേട്ടന് മലയിലേക്ക് പോകേണ്ടതല്ലേ? ചമ്മന്തി പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ടുപോയി കൂടെ? ഒന്ന് പോകുന്നുണ്ടോ? ഇതാ, ഇതും കൂടെ അതിന്റെ അകത്ത് വെച്ചേര്. ഞാൻ അന്നച്ചെടുത്തിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച. എന്തിന്? ഈ ചമ്മന്തിപ്പൊടി വാങ്ങിക്കാം. നീ അവിടെ വന്ന ഞാൻ തരത്തില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും. അതെന്താ? എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാനും വർത്തമാനം പറയാനും. രാമു, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? അയ്യോ, ഇതുവരെ നീ ഇത് അറിഞ്ഞില്ലേ? കാര്യം എന്താ പറ. നീ അങ്ങ് വളർന്നു, ഒത്തൊരാണായി. അവനിപ്പോ എന്ത് വേണം? വേണ്ടത് എനിക്കല്ല, നിനക്കാണ്. നിനക്ക് ഒരു പെണ്ണ് വേണം. ഈ ചേട്ടത്തേക്ക് നല്ലത് വല്ലതും പറഞ്ഞൂടെ? അതിന് ഞാനിപ്പോ ചീത്തയായിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ട, ചേട്ടത്തി അങ്ങ് പോയാ മതി. നീ പുണ്യവാളനാകാൻ പോയാണോ? ചേട്ടത്തി അങ്ങ് പോയാ മതി. ഞാൻ പോകുന്നില്ല. അല്ലമ്മേ, അമ്മ വിളിക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങോട്ട് 5-10 ദിവസം കാട്ടിൽ കഴിയേണ്ടവനാ ഞാൻ. 2 കുപ്പി ചാരായം എനിക്ക് പോരാ. വറുതുണ്ണിക്ക് എത്ര കുപ്പി ചാരായം വേണമെങ്കിലും തരാം. നല്ല ഈറ്റ വെടിക്കൊണ്ട് തന്നാൽ മതി. ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട ഈറ്റ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ? വാസു, ഒരു 4 കുപ്പി ചാരായം കൂടെ വറുതുണ്ണി കൊണ്ട് കൊടുത്തേക്ക്. തിന്നാൻ വല്ലതും വേണമെങ്കിൽ അതും. തിന്നാൻ എനിക്കൊന്നും വേണ്ട. വറുതുണ്ണി, തന്റെ മോനെ കൂടി ഈറ്റ വെട്ടാൻ കൊണ്ടുപോയി കൂടെ? എന്റെ മോനെ കൂടെ കൊണ്ടുപോകണം. എന്റെ തൊഴില് എന്റെ മോനെയും പഠിപ്പിക്കും. അവൻ എന്നെക്കാൾ മിടുക്കനാവും. ശരി, ഞാൻ വീട്ടിൽ പോന്നു. വറുതുണ്ണി മലയെന്ന് വന്നിട്ട് കാണാം. പറ്റൊക്കെ എഴുതി വെച്ചേക്കാം. ആ ശരി. വാസു, പുട്ടിരിപ്പുണ്ടാ? ഉണ്ട്, തണുത്തതാ. ആ സാരമില്ല. കോഴിയിറച്ചി ഉണ്ടാ? ഇല്ല, തീർന്നു. കക്കിറച്ചി ഉണ്ട്. കക്കിയിറച്ചി ഉണ്ടാ? എന്നാ കുറച്ച് പുട്ടും കക്കിയിറച്ചിയും പൊതിഞ്ഞിങ്ങെടുത്തോ. എന്റെ മോന് കൊടുക്കാനാ.
ഒരുപാട് കുടിച്ചുണ്ട്. എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ? ഇങ്ങനെ കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആളായാൽ സ്വല്പമൊക്കെ കുടിക്കണം, കഞ്ചാവ് വലിക്കണം, പിന്നെ എന്താ പിന്നെ പിന്നെ അല്പം സ്വല്പം പെണ്ണും പിടിക്കണം. അതും തുടങ്ങിയോ? നീ ഉള്ളപ്പോ ഞാൻ ചെയ്യോടി. ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലേ? ഇഷ്ടമാണ്. ഇങ്ങനെ കുടിക്കരുത്, കുറച്ച് കുടിച്ചാൽ മതി. പിന്നെ നീ ഇന്ന് ചന്തയിൽ പോയിട്ടുണ്ട്? പക്ഷേ പലമ്പ് വിറ്റു, മടങ്ങിപ്പോന്നു. ആ പിന്നൊരു വിശേഷം ഉണ്ടായി. വരൂ, കാണിച്ചു തരാം. ആരാടി ഇത്? ഇരുന്നുണ്ണ. ആരാടി ഇവൻ? പാവം കുട്ടി. പാവം കുട്ടി ഏതാണ്ട് അലവരാഴ്ചക്കനായിരിക്കും. പറഞ്ഞ് പുറത്തുവിട്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പുറത്താക്കും. അയ്യോ പാവം, ഇവൻ ആരുമില്ല. ഇവന്റെ അമ്മ ചന്തയിൽ കിടന്ന് ചത്തു. ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നിനക്ക് എന്തിനാടി ഇവനെ? നമുക്ക് മക്കളില്ലാത്തതല്ലേ, വളർത്താം. നമുക്ക് മക്കളില്ല, മക്കൾ വേണം. മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവ മതിയോടി? മതി. നിനക്ക് മതിയെങ്കിൽ എനിക്ക് മതി. ഇവൻ ഈറ്റ വെട്ടാൻ എന്റെ അവിടെ മല വരുമോ? ഇവൻ വലുതാവുന്ന വരും. എന്നാ നമുക്ക് അവനെ വളർത്താം. എന്താണ് നിന്റെ പേര്? രാമു. രാമൻ. രാമു ചോറിന് ചോറിനടാ. ഞാൻ നിന്റെ അപ്പനാണ്, ഇവള് നിന്റെ അമ്മ. ചോറിനടാ, ഉണ്ണടാ ചോറ്. തിന്നടാ, തിന്ന. എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമോനെ. എരിവ് വേണം. കള്ളുകൂടിയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ? എന്റെ മോനെ നോക്കിയോണ്ടേ അമ്മേ. അമ്മേ, അപ്പാ, അപ്പം കറിയാണോ? ഞാനേ എന്റെ മറിയ ഓർത്തുപോയി. നിന്റെ അപ്പം കഴിക്കുന്നില്ലേ? വേണ്ട മോനെ, അപ്പന് വിശപ്പില്ല. അമ്മേ, ആ അമ്മേ. എന്താടാ? അമ്മേ, ഞാനും ഈറ്റ വെട്ടാൻ പോണമ്മേ. നീ ഇവിടെ പോണമെന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? അമ്മയ്ക്ക് അച്ഛനോട് പറഞ്ഞൂടെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന്? എന്നാലേ അങ്ങനെ ഫിലിപ്പോ ചേട്ടൻ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ നീയും കുത്തിയിരുന്നോടാ. അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും. അപ്പൊ ഞാൻ കാട്ടിൽ കിടന്ന് ചത്തുപോയാലോ? ചത്തുപോയാൽ നിന്റെ ശവം അവിടെ കുഴിച്ചിട്ടിട്ട് അച്ഛനോട് ഒന്ന് വരും പറയും. ഓ എന്റെ തള്ളേ. ആമ്പിള്ളേരായാലേ ജോലി ചെയ്ത് ചോറ് തിന്നണോടാ. ഈ ചേട്ടൻ എന്തൊരു പേടിയാ. ഞാനായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ കൂടെ പോയേനെ. കാട്ടില് ഇത്ര ദിവസം പോകുന്ന അത്യ, പിന്നെ ആനയും പുലിയും സിംഹവും കരണ്ടിയും. എടി, നിനക്കൊരൊറ്റ ആങ്ങളല്ലേ ഉള്ളൂ. എടാ മതി, പല്ല് വെച്ച് പോവാൻ നോക്കാം. ചാകാൻ പോകുമ്പോ എന്തിനാ പല്ല് വയ്ക്കുന്നത്? എടാ പരമുവേ, അങ്ങനെ അങ്ങ് ഓടല്ലേ ചേട്ടാ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അച്ഛനെന്നെ മനക്കി കൊണ്ടുപോകരുത്. അച്ഛന് ഞാനൊരു ഒറ്റ മോനല്ലുള്ളൂ അച്ഛാ. എടാ പൊന്നു മക്കളെ, ഞാൻ നിനക്കൊരു ഒറ്റ തന്തയല്ലേ ഉള്ളടാ. ഞാൻ പോകുന്നുണ്ടല്ലോ. അച്ഛനും പോണ്ട. നമുക്ക് വർദ്ധുണ്ണോട് പറഞ്ഞ് കുറച്ച് ഈറ്റത്തൈകൾ വാങ്ങി ഇവിടെ നട്ടു വളർത്തിയിട്ട് വെട്ടിക്കളിക്കാം. ആ കഴുതേ കൊന്നുകളും തന്നെയാൻ. ഒരു ദൈവമേ, ലോകത്തിൽ ഒരുത്തർക്കും ഇങ്ങനത്തെ തമ്പനി തള്ളി കൊടുക്കരുത്. കഴുതേ കൊന്നുകളും തന്നെയാ. പെട്ടെന്ന് തന്നെ കൊല്ലാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോവാ. രാമേട്ടാ, ഞാൻ വീട്ടിൽ നോക്കി കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ നോക്കിയാൽ എങ്ങനെയാ കാണുക? ഇന്ന
തിന്നോ അരിയുണ്ട. എവിടെ നിന്ന് കിട്ടി? വീട്ടിലുണ്ടാക്കിയതാ. കുറെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി. ഇത് ഞാൻ രാമേട്ടന് എടുത്തു വെച്ചതാ. അയ്യോ കളയല്ലേ. കളഞ്ഞല്ലോ. കണ്ടോ കളഞ്ഞു. പോട്ടെ. എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ കളഞ്ഞത്. അയ്യേ മണ്ടി കരയല്ലേ. തിന്നു. എനിക്ക് വേണ്ട. രാമേട്ടൻ തിന്നോ. ഒരു കഷ്ണം നീ തിന്നു. ഞാൻ തിന്നു. ഇതിന്ന് ഇച്ചിരി രാമേട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മല കാണാൻ. മല എന്തിനാ കാണുന്നത്? മലയിൽ കാടുണ്ട്, കാട്ടിൽ ഈറ്റയുണ്ട്. അപ്പനെ പോലെ ഞാനും മീറ്റ വെട്ടാൻ പോകും. പണം ഉണ്ടാക്കും. കാശ് ആർക്കാ? എല്ലാരും പണം ആർക്കാ കൊടുക്കാ? അവനവന്റെ കെട്ടിയോൾക്കും മക്കൾക്കും. അതിന് രാമേട്ടന് കെട്ടികളും മക്കളില്ലല്ലോ. ഉണ്ടാവും. ചേട്ടൻ ആരെ കെട്ടും? ആരെങ്കിലും കെട്ടും. നീ എന്തിനാ കരയണത്? ആരെങ്കിലും കെട്ടുമെന്ന് പറഞ്ഞത് എന്നോട് ഇഷ്ടമില്ലഞ്ഞിട്ടല്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആ രാമേട്ടൻ പോ. ഞാൻ കുളിക്കാൻ പോട്ടെ. ഞാൻ പോയില്ല. എനിക്ക് മല കാണണം. പോ രാമേട്ടാ. പോ ഒന്ന് പോ രാമേട്ടൻ. ഞാൻ കുളിക്കട്ടെ. ആ എന്നാ ശരി, ഞാൻ പോണു. പോ നീ. ഇതാ എല്ലാവരുടെയും പാസുണ്ട്, വീതിച്ചെടുത്തോളൂ. ഓ പിന്നെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈറ്റ ആരും വെട്ടരുത്. ശരി. വാ പോണം. ഓടി വിളയാടി വാ
പാതിരാവിൻ കുളിരു വേണം, പാലപ്പൂ മണവും വേണം. അന്നെന്റെ മണിയറയിൽ 1000 പൂക്കൾ വേണം. ആ കെട്ടിരാത്രിയിൽ അന്നപുരരഹസ്യങ്ങൾ അലിവുള്ള കാറ്റിൽ നീ ആരോടും പറയരുതേ, പറയരുതേ. ഓടി വിളയാടി വാ, ഓടക്കുഴലൂതി വാ, കല്യാണമാല കോർക്കാനേ കൂടെ വാ, ഓടിളയാടി വാ. ദൈവമേ, ഒരു ദിവസത്തിന് പകരം കിട്ടാനുള്ള കഴിവ് എന്റെ പൊന്നു ഈശ്വര എനിക്ക് തരണേ. അയ്യോ, അല്ല ഇവനെ കൊണ്ടുവന്ന വലിയ ശല്യമല്ലേ ഇത്? വേണ്ട, എന്നെ വീട്ടിലാക്കിയാൽ മതിയായിരുന്നു തന്നെ. മിണ്ടാതെ ചെയ്തു അവിടെ. അയ്യോ, ഒന്നും നടക്കടാ. വെള്ളച്ചാട്ടാണിത്, ഇവിടെ നടക്കാൻ കഴിയില്ല. അയ്യോ, കിണറ് സൂക്ഷിച്ചു വാ. ശരി ശരി. തന്തയില്ലാത്ത ചാടി ചത്ത എത്ര വന്നിരുന്നു. അവൾ അടിപ്പിന്നെ കോരി കുടിച്ച്. മോളെ, ആ രാമു ഒറ്റയ്ക്ക. നീ ആ വർദ്ധുണിച്ചേട്ടന്റെ വീട്ടിൽ പോയി കിടന്നു. അങ്ങാര് രാമനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മുമ്പൊക്കെ ആണെങ്കിൽ ആ ഔസേപ്പച്ചൻ കൂട്ടിനുണ്ടായിരുന്നു. അയാളും ചത്തു. ശരിയാ, പാവ ആ ചെറുക്കൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. വല്ലതും കണ്ട് പേടിക്കുകയും ചെയ്യും. നീ അവിടെ പോയി കിടന്നു. ഇന്ന് രാത്രി ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാടി. അതിന് നീ ഇപ്പോഴും സുന്ദരിയാടി. വയസ്സന്റെ ഒരു ശൃംഗാരം. നീ എന്റെ കാര്യം. എന്റെ കർത്താവെ, എന്റെ കൊടവും പൊട്ടിച്ചല്ലോ. കർത്താവിന്റെ 5 തിരുമുറകളാണ് എന്റെ ഫിലോമിനെ. ഈ കിടന്ന കിടപ്പിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ ചേട്ടത്തി? ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. എന്റെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. നിന്റെ അപ്പനും അങ്ങനെയാ പറയുന്നത്. ആണോ? നിനക്ക് പേടിയാണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് 2 പേരും കൂടി കിടക്കാം. വേണ്ട, ഈ പായെടുത്തിട്ട് കിടക്കും. വേണ്ടെങ്കിൽ വേണ്ട. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. കിടന്നോ? നീ എന്താ ഓർക്കണേ? ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ പ്രായത്തില്, അതും രാത്രി നേരത്തില് ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ? പെണ്ണിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്. ദൈവത്തിന് നിനക്കത് പറയാതെ കേട്ടത്. ഞാനിന്ന് കുളിച്ചത് വാസനയുള്ള എണ്ണ പുരട്ടിയാണ്. ചേട്ടത്ത് കിടന്നു പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നോട് പിണക്കമാണോ?
എന്റെ മാലാക. അന്നാമ്മേ, എത്ര നാളാ ഞാനിങ്ങനെ വല്ലോന്റെ ലോറി ഓടിച്ച് കഴിയുക. നമുക്കൊരു ലോറി വാങ്ങിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഞാൻ പറയാം. ഇന്ന് ഞാനും കൂടെ വരും. അയ്യോ വേണ്ട, പിന്നെ ആകട്ടെ. നീ ഇവിടെ ഇരുന്നേ. ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്. എന്റെ കൈ കുറച്ച് കാശുണ്ട്. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് നമുക്ക് പലിശയ്ക്ക് മേടിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും നീ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് ഉടനെ കുറച്ച് കാശ് വേണമെന്ന് പറ. കാശ് വേണമെന്ന്. ഏത് കാശ്? ആർക്ക്? എന്റെ കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ 5000 രൂപ. എന്റെ മോളെ, ഇവിടുത്തെ സ്ഥിതിയൊക്കെ നിനക്കറിഞ്ഞൂടെ? ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്ന്. ലോറി പോയിട്ട് വീട് മേടിക്കാൻ കാശില്ല ഇവിടെ. അപ്പാ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അത് കൊടുക്കണം. ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ? എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എവിടെ നിന്നുണ്ടാക്കാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ 5000 രൂപ ഇപ്പൊ കിട്ടണം. എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ? കുറച്ച് നാളുകൂടെ ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകം കാശ് തരാമെന്നാ പറഞ്ഞത്. വർഷം 1 ആയി. 5 പവന്റെ സ്വർണം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് എവിടെ നിന്നൊക്കെയോ എരവ് വാങ്ങിച്ചിട്ടു. പിറ്റേന്ന് അതിന് ഉടമസ്ഥര് വന്നങ്ങ് അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്വർണം വേണ്ട, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ കാശ് കിട്ടണം. പണം തരാമെന്ന് പറഞ്ഞതേ ഈ ഇരിക്കുന്ന അപ്പനാ. കോരുതേ, പണം തരാന്ന് പറഞ്ഞ ഞാനാ സമ്മതിച്ചു. എന്റെ കയ്യിലുണ്ടായിട്ടോ എവിടെ നിന്നെങ്കിലും കടം കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടോ പറഞ്ഞതല്ല. പെര നിറഞ്ഞേക്കണ ഒരു പെണ്ണ്, അതിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പോ നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? നാളെ വൈകുന്നേരം എനിക്ക് പണം കിട്ടണം. നിങ്ങൾ പണം തരുന്നോ ഇല്ലയോ? എന്നെ കൊണ്ടൊരു ഭാഗമില്ല. എന്നാലേ നിങ്ങളുടെ മകള് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കുമ്പോ അപ്പൊ ഞാൻ വരാം. അയ്യോ അമ്മേ, മോനെ, കോരുതേ. നിങ്ങൾക്ക് സമാധാനമായല്ലോ. അവനോട് 2 നല്ല വാക്ക് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനിപ്പോ എന്ത് വേണം? അവനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കണോ? നിങ്ങൾക്ക് ഇവിടെ കണ്ണീര് കാണണമല്ലേ? എന്താ വിശേഷം? പറയാം. ഒരുതേ, നിനക്ക് ഇവളെ മനസ്സിലായോ? ഇവള് നീ കെട്ടിയ പെണ്ണാണ്. നീ എന്താ മിണ്ടാത്തെ? നിനക്ക് ഇവളുടെ അപ്പനും അമ്മയും 5000 രൂപ തരാമെന്ന് സമ്മതിച്ചിരുന്നു, ശരിയാണ്. പക്ഷെ അത് തരാൻ കഴിയാതെ പോയി. അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്നവൻ വേറെ ആരെങ്കിലും പണം തരാമെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അവർക്കും കൊടുക്കും. നീ വിളിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ഇവിടെ സ്വീകരിക്കാൻ വയ്യ വർദ്ധനേട്ടാ. നിനക്ക് തരാമെന്നേറ്റ 5000 രൂപ 1 വർഷത്തിനകം ഞാൻ തന്നോളാം. വറുതുണ്ണി വാക്ക് പറഞ്ഞ വാക്കാണ്. നീ ഇവിടെ സ്വീകരിക്കും. പണം തന്നാലും ഞാനിവിടെ സ്വീകരിക്കില്ല. എങ്കിൽ ഈറ്റ വെട്ടി തരമ്പിച്ച ഈ കൈയുടെ രുചി നീ അറിയും. വർദ്ധനേട്ടാ, ഇവളെന്റെ ഭാര്യയാണ്, ശാരദ. ഇതെന്റെ കുഞ്ഞ്. എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ കല്യാണം കഴിയുന്നത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാടാ കെട്ടിയോള് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തിയെ കെട്ടുക? പള്ളിയിൽ വെച്ചല്ല ഈ വിവാഹം നടന്നത്. നാട്ടുകാരെ ചിലരെ വിളിച്ചുകൂട്ടി
ഞാനിവരുടെ കഴുത്തിൽ മാലയിട്ടു. ഞാനിപ്പോ ക്രിസ്ത്യാനിയല്ല. ഇവളെ കാണുമ്പോ എനിക്ക് വേദന തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിന്ന് ഈ നിലയിലായത് ശാരദ കാരണമാണ്. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. നിന്നെ തല്ലേണ്ടതാണ്. എനിക്കത് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നെ തല്ലുന്നതിൽ ഭേദം പട്ടിയെ തല്ലുന്നതാണ്. കുഞ്ഞേ, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൻ നിന്നെ കിട്ടിയത്. മറ്റാരെങ്കിലും കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ അവളുടെ പുറകെ പോവും. നീ ഇവനെ സൂക്ഷിച്ചു. നീ എന്തിനാണ് ഈ കരയുന്നത്? ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീ കരയരുത്. ഇവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു പോയല്ലോ എന്നോർത്ത് വേണം നീ കരയാൻ. ഇങ്ങനെ ഒരു കെട്ടിയവൻ നിനക്കില്ലാതിരിക്കുന്നതാണ് ഭേദം. ഇവൻ നിന്നെ വേണ്ടാന്ന് പറയുന്നതിന് മുൻപേ നീ ഇവനെ വേണ്ടാന്ന് പറയണമായിരുന്നു. പാപ്പോ വർദ്ധനെ, എനിക്കൂടെ ചരണ്ട. ബാക്കിയുള്ള നിങ്ങളെല്ലാം കൂടെ കുടിച്ചോ. ഓ, എന്നാ വേണ്ടി നീ? എടാ, ബാക്കിയുള്ളവർ കൂടെ കൊടുക്കടാ. ആ, കൊടുക്കാം. വളർന്ന് നാളെ ബാക്കിയുള്ളവർ കൂടെ കൊടുത്തേ കേട്ടാ. ആ എടാ, കസിന്റെ ദേവസ്യ പിള്ളേരെ ചീത്തയാക്കുന്നു. പോടാ. അവിടെ ഈറ്റ അവിടെ ഈറ്റ വെട്ട. ഗോപാല, എന്താ മുതലാളി? ഇത്തിരി കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കാൻ. എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിനല്ലാതെ ഖാലിദ് മുതലാളി ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. പേപ്പർ മില്ല് ഈറ്റ് സപ്ലൈ ചെയ്യാൻ. അയ്യോ, ഞാൻ ഈറ്റ കൊടുക്കുന്നത് കുറുപ്പിയോട്ടിനാണല്ലോ. കുറുപ്പ് തരുന്നതിനേക്കാൾ 5-10 റുപ്യ കൂടുതൽ ഞാൻ തരാം. ഈറ്റ് എനിക്ക് തന്നൂടെ? ഖാലിദ് മുതലാളിയുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രാവശ്യം മുതൽ ഈറ്റ എനിക്ക് തന്നൂടെ? 1000 രൂപയുണ്ട്, അഡ്വാൻസായി വെച്ചോ. ഈറ്റ കടവിലെടുത്ത് ചേട്ടൻ വില അയച്ചേക്കാം. പണം എത്ര വേണമെങ്കിലും തരാം. വർഷം തീരുമ്പോൾ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്താൽ മതി. എല്ലാം മുതലാളിയുടെ ഇഷ്ടം പോലെ. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ഓ, വെള്ളത്തിൽ കളിക്കാൻ എന്തൊരു സുഖം കൂട്ടുകാരെ. കളിക്കാൻ പോയി ജോലി ചെയ്യടാ. എനിക്ക് വയ്യ. അച്ഛൻ തന്നെ എഴുതോ. നിനക്ക് പോയി കഞ്ഞി വെക്കാവോ? അത് ചെയ്യാ, തിന്നേണ്ട കാര്യമില്ല. കഞ്ഞിയും വെക്കുക, കറിയും വെക്കുക, കൂട്ടാനും വെക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കഞ്ഞി വെക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആ, എനിക്ക് വേണം. എടാ, എനിക്ക് മറുപടിച്ചേട്ടൻ കൂടെ കഞ്ഞി വെക്കടാ. അപ്പൊ എനിക്കോ? നിനക്കൂടെ ചേർന്നാ കഴുതാ പറഞ്ഞത്. ഈ നിനക്ക് കഴുത്ത് വെട്ടിക്കണം. ആ, എന്നെങ്കിലും അച്ഛന്റെ തമ്പേത് ഞാൻ ജനിച്ചു. അന്ന് ഇതിനൊക്കെ ഞാൻ പകരം പോയിട്ടു. കഴുതേ. നമസ്കാരം. നമസ്കാരം.
സാറിന് എവിടെയെങ്കിലും കണ്ടില്ല? ഞാൻ കുറച്ചാൾ ലീവിലായിരുന്നു വർദ്ധനി. വർദ്ധനോട് പറയണമെന്ന് വിചാരിച്ചതാ, പറയാനൊത്തില്ല. പെട്ടെന്നായിരുന്നോണ്ട് ഒന്നിനും പറ്റിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞു ഇന്നേക്ക് 8 ദിവസവുമായി. അപ്പോ ഞങ്ങളൊന്നും അറിയിക്കാതെ സാറ് കാര്യങ്ങൾ നടത്തി. പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു. ഞങ്ങളെങ്കിലും സ്നേഹത്തിലായിരുന്നു. തൽക്കാലം ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും. കൊള്ളാം സാറേ, സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സുഖം അത് വേറൊന്നു തന്നെയാ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ശരി. ദൈവമേ കൈതോഴാം തന്താമാരിക്കണേ. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ തന്തയായിട്ട് ജനിക്കും. എന്നിട്ട് തന്ത കൊണ്ട് ഞാൻ അഞ്ഞു വെപ്പിക്കും. ദൈവമേ കൈതോഴാം തന്താമാരിക്കണേ. തന്തയെ കൊല്ലുവാൻ ശക്തി നൽകണമേ. മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. മുറ്റത്തെ പൂവേ മുക്കുറ്റിപ്പൂവേ മുത്തണി പൊന്മണി ചുണ്ട് നിന്റെ മൂവന്തി ചോപ്പുള്ള ചുണ്ട്. മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. മുറ്റത്തെ പൂവേ മുക്കുറ്റിപ്പൂവേ മുത്തണി പൊന്മണി ചുണ്ട് നിന്റെ മൂവന്തി ചോപ്പുള്ള ചുണ്ട്. മുറുക്കിച്ചു മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. പൊട്ടിവിടുന്നത് പൂമുല്ലയാണോ പൊട്ടിട്ട മോഹമാണോ? പൊട്ടിവിടുന്നത് പൂമുല്ലയാണോ പൊട്ടിട്ട മോഹമാണോ? കാറ്റ് കവർന്നത് കസ്തൂരിയാണോ കരളിലെ സ്നേഹമാണോ? കൈനാറിയാണോ കൈതപ്പൂവാണോ കള്ളിപ്പെണ്ണി നിൻകിനാവാണോ? കൈനാറിയാണോ കൈതപ്പൂവാണോ കള്ളിപ്പെണ്ണി നിൻകിനാവാണോ? മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. മുറ്റത്തെ പൂവേ മുക്കുറ്റിപ്പൂവേ മുത്തണി പൊന്മണി ചുണ്ട് നിന്റെ മൂവന്തി ചോപ്പുള്ള ചുണ്ട്. മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. പൂങ്കൊമ്പിലാണോ പട്ടിളമ്മയിലാണോ? കെട്ടിപ്പിടിച്ചത് പൂങ്കൊമ്പിലാണോ പട്ടിളമ്മയിലാണോ? തട്ടിയെടുത്തത് താരമ്പൻ നിന്നുടെ തങ്കപ്പതക്കമാണോ? കരിവളയാണോ കാൽത്തളയാണോ കന്നിപ്പെണ്ണി നിൻ മനസ്സാണോ? കരിവളയാണോ കാൽത്തളയാണോ കന്നിപ്പെണ്ണി നിൻ മനസ്സാണോ? മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. മുറ്റത്തെ പൂവേ മുക്കുറ്റിപ്പൂവേ മുത്തണി പൊന്മണി ചുണ്ട് നിന്റെ മൂവന്തി ചോപ്പുള്ള ചുണ്ട്. മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ.
പൊന്നത്തിന് അകത്തേക്ക് ഇറക്കി താഴെത്താണെങ്കിൽ നമുക്കൊരു കൈ നോക്കിയിരുന്നു. ഇപ്പൊ അകത്തേക്ക് പോവാ. നാരായണ, ഭാർഗവ, കൊച്ചുകുഞ്ഞേ, എല്ലാം ഇറങ്ങി വരണടാ. ഈ അച്ഛൻ ഒരു വിവരമില്ല. അച്ഛൻ ഒറ്റയാലിയ വന്നെങ്കിൽ അതിന്റെ അടുത്തിന് അതിന്റെ ഭാര്യയും ഉണ്ടാവും. ആന എന്തൊക്കെ കുഴപ്പം ചെയ്തു നോക്കാം. നീ വരുന്നോടോ വരുമോ? ഒറ്റയാലിയ വന്ന അവര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പേടിയൊന്ന് മാറട്ടെ. അയ്യോ 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 നടക്കുമോനെ. ഒട്ടേനോട് കൂടെ ഇല്ലേ? കൊല്ലാൻ തന്നെ കൊണ്ടുപോവാ. അങ്ങോട്ട് നടക്കുമോനെ. നടക്കാം മെല്ലെ. നെക്ക് വിളക്ക്. ഒന്നുമില്ല. നടക്കണം. ചേട്ടത്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? രാമു, നീ ഇങ്ങനെ നിന്ന് കുളിക്കാതെ പല പെണ്ണുകളുടെയും കണ്ണുപെടും. ചേട്ടത്തിയുടെ കണ്ണു വിടാതിരുന്നാ മതി. എന്റെ കണ്ണ് നേരത്തെ പെട്ടിരിക്ക. ഞാൻ പോണു ചേട്ടത്തി. രാമു, നീ എന്റെ മുതുകം തേച്ചതാ. എന്നും ഞാനാണോ തേക്കുന്നത്? ചേട്ടത്തി തന്നെ അങ്ങ് തേച്ചാ മതി. അതെന്താ രാമു? എന്റെ മുതുകൊന്ന് തേച്ച് തന്നാൽ എന്താ? തേച്ച് തന്നിട്ട് പോയാൽ മതി. ഇന്നാ തേക്ക്. രാമു, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ആമ്പിള്ളരായ ഇച്ചിരി കുടിക്കണ്ടേ? ഇന്ന് രാത്രി നിനക്ക് ഞാൻ കള്ളു കൊണ്ടു തരാം. രാമുവിന് എന്നോട് ഇഷ്ടമാണല്ലേ? രാമു, രാമു,
നിന്റെ മോളെ എവിടെ പോയി കിടക്കുന്നു? അവള് കള്ളു വാങ്ങിക്കാൻ പോയത് ചെത്താൻ പോയതോ? അവള് വന്ന് കണ്ടാ ഓ എന്തൊരു വെപ്രാളവാ. കോപ്പ എന്ന് കൊണ്ടുവരട്ടെ. ഇത് മോക്ക, ഇത് നിനക്ക്. നിങ്ങൾ രണ്ടുപേരും ചോദിച്ചേക്കരുത്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ? അപ്പനെ കള്ളു മേടിച്ചപ്പോ നിനക്ക് വേണ്ടി ഒളിച്ചു വെച്ചതാ. ഞാൻ പോയി ഒഴിച്ചു കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വരാം. എന്നാ കുടിക്ക്. എനിക്ക് വേണ്ട. അതെന്താ? കുടിച്ചാ ചത്തു പോകുമോ? ചേട്ടത്തി കുടിച്ചോളൂ. ഞാൻ കുടിച്ചതാ, ഇനിയും കുടിക്കാം. കുടിച്ചോ, കുടിക്കരാമോ? കുടിക്ക്. കുടിക്കുന്നത് തെറ്റാ ചേട്ടത്തി. നിന്റെ അപ്പൻ വറുതുണിയേട്ടൻ കുടിക്കുന്നില്ലേ? ആര് കുടിച്ചാലും കുടിക്കുന്നത് തെറ്റന്നെയാ. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി ചെറിയ തെറ്റൊക്കെ ചെയ്യാം. നീ അതങ്ങോട്ട് കുടി. മതി. ഇതും കൂടെ അങ്ങ് കുടിച്ചോ. പോട്ടെ രാമു, നീ കരയരുത്. ഞാനും നീയും ഇതിൽ തെറ്റുകാരല്ല. നീ പ്രായമായ ഒരാളാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊരു പെണ്ണും. എന്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയി. രാമു, നീ ഇതാരോടും പറയരുത്. താനെന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ മുഴുവൻ ചന്ദനമരമാണ്.
അതിലൊരെണ്ണം ഞാൻ നോക്കി വച്ചിട്ടുണ്ട്. നമുക്കത് വെട്ടിക്കൊണ്ട് പോകണം. അത് വെട്ടിവിറ്റാൽ ഒരുപാട് പണം കിട്ടും. പാതി നിനക്കും തരാം. അയ്യോ, ഞാനില്ല വർദ്ധുണ്ണി. സർക്കാർ വകയാ, പോലീസ് കേസാവും. എനിക്ക് വയ്യ തല്ലുകൊള്ളേ. എന്ത് വന്നാലും ഞാനത് വെട്ടും, വിൽക്കും. നീ എന്തിനാ വന്നത്? രാമേട്ടനെ കാണാൻ. എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? കാട്ടിപ്പോണോ? ഒരു ദിവസം മറുതണ്ടേട്ട കൊണ്ടുപോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കാട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്? ഒരു ദിവസം പോണം, എങ്ങോട്ടെങ്കിലും പോണം. എങ്ങോട്ടെങ്കിലും പോകാൻ രാമേട്ടനെ ഞാൻ വിടുമോ? രാമേട്ടൻ എവിടെ പോയാലും ഞാൻ കൂടെ കാണും. ശ്രീദേവി, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? കൊള്ളാം, നല്ല ചോദ്യം. ഇപ്പോഴാണോ രാമേട്ടൻ ഇത് ചോദിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ക്ഷമിക്കുമോ? അതിനിപ്പോ അങ്ങനെ രാമേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി കള്ളുടിച്ചു. കള്ളുടിക്കുന്ന ഒരു തെറ്റാണോ? എന്റെ അച്ഛൻ കുടിക്കും, ചേട്ടൻ കുടിക്കും, മറുതുണ്ണേട്ടൻ കുടിക്കും, അന്നച്ചേട്ടത്തിയും കുടിക്കും. ഇവിടെ എല്ലാരും കുടിക്കാറുണ്ട്. കിട്ടിയ ഞാനും കുടിക്കും. രാമേട്ട, രാമേട്ട, അയ്യോ, ഞാൻ കുടിക്കില്ല, വെറുതെ പറഞ്ഞതാ. അയ്യോ, രാമേട്ടൻ ഇത്ര പാവാണോ? രാമേട്ട, പരമോ മോനെ, പരമോ, എന്നെ പൊന്നുപോലെ എഴുന്നേറ്റ് ചെങ്ങാട് ഒന്ന് കുത്തിക്കേടാ. ഒന്നും എഴുന്നേറ്റടാ മോനെ. കടമ എത്തി വെച്ചാ നിന്നോട് ഒരു പണ്ടാലാണ് ഉറങ്ങാനും സംഭവിക്കില്ല. വാങ്ങിക്കോട്ടെ. കിടക്കണ്ടാ. ഓ എന്റെ കുരിശുമുത്തപ്പ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അച്ഛന്റെ തന്തയായിട്ട് ഞാൻ ജനിക്കും. അന്ന് ഇതിനൊക്കെ ഞാൻ മാറി ചോദിച്ചു. പോയി ചെങ്ങാട് കുത്തറ. ആ കുത്ത് ഒടുക്കത്തെ കുത്ത്, പണ്ടാണ് നടക്കുന്ന കുത്താണ്. അച്ഛൻ വീടിന്റെ പിടിച്ചോ. കഴുതേ അയ്യോ, നടക്കാൻ ഇത് കിട്ടുന്നില്ലല്ലോ. അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ, അയ്യോ, അമ്മേ, അമ്മയുടെ പിള്ളേരുടെ തിരിച്ചു വന്നിരിക്കുന്നു. കൊച്ചുകളെ, നിന്റെ കൊച്ചാളെ വീട്ടിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ഓമന തിരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ ഓമന തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ രണ്ട് കാട്ടാനെ ചവിട്ടി കൊണ്ടുവരും. എന്താ എനിക്കറിയില്ല. അമ്മേ, അപ്പം വന്നില്ലേ? മുതലാളി, വർദ്ധന ഒരു ചന്ദന മരം നോട്ടമിട്ടിരിക്കുക. അത് വെട്ടിക്കൊണ്ടേ അവൻ വരത്തുള്ളൂ.
സാറേ, ആരത്? ഞാനാ ഗോപാലൻ. എന്താ ഗോപാല ഈ രാത്രിയില്? ഒരു വിശേഷമുണ്ട് സാറേ. വരതുണ്ണി ഒരു ചന്ദനത്തടി മോഷ്ടിച്ചു. അവനത് കടത്തിക്കൊണ്ട് പോയോ? ഇല്ല ആ, നമുക്ക് വേണ്ടത് ചെയ്യാം. സാറേ, ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഞാനിവിടെ വന്നതും സാറിനെ കണ്ടതും വരതുണ്ണി അറിയണ്ട. എന്നാ ശരി, ഗോപാലൻ പോയിക്കുള്ളൂ. ശരി സാർ. ആരാടാ അത്? ഞാനാ സാറേ, വരതുണ്ണി. ചെങ്ങാട് അടുപ്പിക്കണ. ഈറ്റയാ സാറേ. ഈറ്റ മാത്രമുള്ളൂ, ഞാൻ നോക്കട്ടെ. ചെങ്ങാട് ഇങ്ങോട്ട് അടുപ്പിക്ക്. ഇറങ്ങി നോക്ക്. നല്ല ഇനി വീറ്റ. അതിന് മുതലാളി ഇട്ട വില അല്പം കുറവാ. ഇപ്പൊ ഇത് മതി ഗോപാല. കുറുപ്പ് എന്നൊക്കെ കൂടുതലല്ലേ ഞാൻ തരുന്നത്. അടുത്ത പ്രാവശ്യം കൂടുതൽ കാശ് ഞാൻ തരാം. ആ, ചന്ദനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ മുതലാളി? അത് മിക്കവാറും എന്റെ കയ്യിലാപ്പെടും. അങ്ങനെയാണെങ്കിൽ മുതലാളി എനിക്ക് ഒരാളെ ഉണ്ടാക്കി തരും. ആ, ചന്ദനത്തടി വരട്ടെ ഗോപാല, അത് ഞാൻ തന്നെ എടുത്തോളാം. എന്താ നെയ്യണ്ട, ഈറ്റ മുഴുവൻ ഞാൻ മൊത്തമായിട്ട് കൊടുക്കും. മുതലാളി, നെയ്ത്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയാ മുതലാളി. നെയ്ത്തുകാരൻ എന്നാടാ പട്ടിണി ഇല്ലായിരുന്നിട്ടുള്ളേ? ഒരു കഷ്ണം ഈറ്റ ഞാൻ തരില്ല. പോയിട്ടല്ല. ഇവർക്ക് കുറച്ച് ഈറ്റ കൊടുത്തൂടെ? ഇവർക്ക് നെയ്യണ്ടേ? ഓഹോ, ഞാൻ വില കൊടുത്ത് വാങ്ങി ഈറ്റ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ പോടാ ഇവിടുന്ന്. കഷ്ടപ്പാടും ദുരിതവും മനുഷ്യനോട് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്റെ അപ്പന്റെ ചങ്ങാടം ഇന്നോ നാളെ വരും. നിങ്ങൾക്ക് ഞാൻ ഈറ്റ തരാം. ഓ, ഏതായി പയ്യൻ? നമ്മുടെ വറുതുണ്ണിയുടെ വളർത്തുമോനാ. അവൻ നല്ല ഈറ്റവെട്ടുകാരനാ. അല്ല, ഇവനിട്ട് ഞാൻ 2 കൊടുത്തേനെ. അപ്പൊ ശരി മുതലാളി, നിൽക്കേ, ഞാൻ ഷാപ്പിലോട്ടും ചെല്ലട്ടെ. എന്നാ ഞാൻ വരാൻ ഗോപാല. ആ, എളുപ്പമാവട്ടെ. ആ, എന്താ കുറിപ്പേട്ടാ? നീ എന്നാ പണിയാ ഗോപാല ഈ കാണിച്ചത്? ആ, കാര്യം എന്താ? കാര്യം എന്താന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ കാലിന് ഈറ്റ കൊടുത്തു. കൊടുത്തു. അതിനെന്താ ഗോപാല, നമ്മൾ തമ്മിൽ 10-15 വർഷമായിട്ട് നടന്നു വരുന്ന ബിസിനസ്സായി. നീ ഈറ്റ എനിക്ക് തരാതെ കാലിന് കൊടുത്തത് ശരിയായില്ല. ഇതൊരു ബിസിനസ് ആണെന്ന് കുറിപ്പിയേട്ടൻ തന്നെ സമ്മതിച്ചല്ലോ. കൂടുതൽ ലാഭമല്ലേ ബിസിനസ്സുകാർ നോക്കുക. ഈറ്റയ്ക്ക് കുറിപ്പിയേട്ടൻ തന്നതിനെക്കാട്ടി കൂടുതൽ വില ഖാലിദ് തന്നപ്പോ ഈറ്റ ഞാൻ ഖാലിദിന് കൊടുത്തു. അടുത്ത പ്രാവശ്യം അതിനെക്കാട്ടി കൂടുതൽ വില കുറിപ്പിയേട്ടൻ തന്നാ ഈറ്റ ഞാൻ കുറിപ്പിയേട്ടന് തന്നെ തരാം. ഓഹോ, നീ ഞങ്ങൾ പേപ്പർ മില്ലിലെ കോൺട്രാക്ടർമാരെ തമ്മിലടുപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണല്ലേ? അത് നടക്കൂല ഗോപാല. കുറിപ്പിയേട്ടോ, എന്റെ ഈറ്റ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. ആ, വറുതുണ്ണി, ആ ചന്ദനത്തടി ഷാപ്പി വെക്കാം. സാർ അങ്ങനെയാ പറഞ്ഞത്. എടുത്തോണ്ട് പോവോ, സർക്കാരിന് കൊടുക്കോ, എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മക്ക് എന്തിനായി പുലിപാല്? എടാ പത്രോസേ, എന്തോ? ആ തടിയെടുത്ത് ഷാപ്പിന് പുറകെ കൊണ്ടുപോയി. ജോസേ, വരീനടാ. വറുതുണ്ണി, നിനക്ക് വിഷമം കാണും, എനിക്കറിയാം. സാരമില്ല. ഏതായാലും പോലീസുകാരുടെ ഒന്നും തല്ല് കിട്ടിയില്ലല്ലോ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. മുതലാളി, ഈറ്റ ആർക്കും തരാനൊക്കെ അല്ല, പേപ്പർ മില്ലിൽ കൊടുക്കാനുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ചെങ്ങാടം വന്നപ്പോഴേ ഞാൻ പറഞ്ഞ. ഇല്ല പൊക്കോ. അയ്യോ മുതലാളി, നേരത്തെ ഞങ്ങൾ വയറ്റുവഴപ്പാണ്, ഞങ്ങൾ ചതിക്കല്ലേ. ഈറ്റ തരാനൊക്കെ അല്ല, പോവാ. അപ്പ
ഇവർക്ക് ഈറ്റ കൊടുക്കണം അപ്പ വന്നിട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആ ആവശ്യമുള്ളവരൊക്കെ വേണ്ട ഈറ്റ എടുത്തോളിൻ. കാശ് ഗോപാലൻ മുതലാളിയെ കൊടുത്താൽ മതി. മുതലാളി, ഇവർക്ക് നമ്മുടെ നാട്ടുകാരല്ലേ, അവർക്കും ജീവിക്കണ്ടേ. അവർ നെയ്ത് ബാക്കിയുള്ളത് പേപ്പർ മില്ലിന് വിറ്റാൽ മതി. ശരി, എല്ലാവർക്കും ആവശ്യമുള്ള ഈറ്റ എടുത്തോ. താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. മലയാറ്റൂർ മലം ചെരുവിലെ പൊന്മാനേ, പെരിയാറിൽ മീൻ പിടിക്കും പൊന്മാനേ. തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. ഞാനല്ല പിന്നെയാര്? തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. കുപ്പിവളയിട്ടതാര്? നീയല്ല ഞാനല്ല പിന്നെയാര്? തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ മാനേ പൊന്മാനേ മാനേ പൊന്മാനേ.
പനമ്പല ഇറക്കിരാമോ? എന്തൊരു കെട്ടായത്. ഇത് നല്ല വളയാണ്. ഇത് ഒന്നേ ഉള്ളോ? രാമോ, നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കായിരുന്നു. ആ, ചുറ്റി ചുറ്റി നിന്നെ വല്ലവരും അടിച്ചോണ്ട് പോവരുത്, ചന്തയാ. ഇതിന്ന് പാതിരി ഇല കയറിയിട്ട് എന്നിട്ട് എനിക്കത് കയറുക. അയ്യോ വേണ്ട, ഇല കീറിയ ചോറ് മുഴുവനും വെള്ളത്തിൽ പോവും. നമുക്ക് ഒരുമിച്ചുണ്ണാം. ഞാൻ വാങ്ങിത്തരട്ടെ? ആ, കഴിക്കേ. ആ, ഡ്രൈവറായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ണുമായിരുന്നു. അറിയാനും ഞാൻ വാരി പൊക്കാറുണ്ട്. നീ ഉണ്ണ്. സമയം ഒരുപാടായി, നമുക്ക് പോവാം. ഇപ്പൊ ഉടനെ തന്നെ പോണ്ട, കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം.
ചന്ത പിരിയുന്നതിന് മുമ്പേ അന്നേ നീയും കൂടെ നേരത്തെ ഇങ്ങി പോന്നു അല്ലേ? എന്താ രാമു, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. മോളെ, രാമു അപ്പുറത്തൊന്ന് ഇരിപ്പുണ്ട്. നീ കാപ്പി അങ്ങോട്ടൂടെ കൊടുക്ക. നിങ്ങളുടെ മുതലാളിക്ക് ഒരു നഷ്ടവും വരികയല്ല. 5000 രൂപ തരാമല്ലേ പറഞ്ഞേ? ഇതാർക്ക് കൊടുത്താലും 10000 രൂപ കിട്ടും. പിന്നെ ഇതൊരു കള്ളക്കച്ചവടമായോണ്ട മുതലാളിക്ക് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ ഒരു കാര്യം, ഈ ചന്ദനത്തിരയുടെ ബിസിനസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയരുത്. ഞങ്ങൾ ആരോട് ഇത് പറയാ? ഗോപാല മുതലാളിക്ക് ഇത് എന്ത് കിട്ടിയാലും ലാഭമല്ലേ? ചന്ദനത്തിരെ കാറ്റിന് വെട്ടിക്കൊണ്ടുവന്ന് വെറുതെ ഇബ്രഹാം ചന്ദനങ്ങളെ പിടിപ്പിച്ച് സ്വന്തമാക്കി. മുതലാളിക്ക് മുടക്കുമുതലോ ഉണ്ടോ? അതാണ് എൻ ബിസിനസ്. എന്നാ കേട്ടിയോ? കേട്ടി. അപ്പൊ മുതലാളി ഞങ്ങൾ പോയിട്ടുണ്ട്. ശരി. വണ്ടി വെറുതെ മാറി നിൽക്കേ. മാറില്ല. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാട്ടിൽ നിന്ന് ചന്ദനത്തറി മോട്ടിക്കാൻ ഞാൻ, കള്ളനെന്ന് പേരെയാക്കാൻ ഞാൻ, അത് വിറ്റ് കാശുണ്ടാക്കാൻ നീ. ഞാൻ മാറില്ല. മര്യാദക്ക് വഴിമാറി കൊടുക്കാനാ പറഞ്ഞത്. എന്റെ ചന്ദനത്തറിയും കൊണ്ട് ഈ വണ്ടി ഇവിടുന്ന് നീങ്ങണമെങ്കിൽ അതിന്റെ ശവശരീരത്തിന് പുറത്തൂടെ ആയിരിക്കും. മാറോ നോക്കടാ. ഇതുവരെ ഗോപാലൻ നമ്മെ ചതിക്കായിരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന ഈട്ട വലിയ വിലക്ക് കൺട്രാക്ടർമാർക്ക് കൊടുക്കും. ഇനി മുതല് ഗോപാലിന് ഈറ്റ കൊടുക്കരുത്. ഗോപാൽ ഈറ്റ കൊടുത്തില്ല പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കും? ഗോപാല മുതലാളി ഇപ്പൊ കാലി മുതലാളിക്ക് ഈറ്റ കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് കൊടുത്താൽ അറിയാൻ വാങ്ങിക്കുവോ? ഇല്ല. പിന്നെ നമ്മൾ ഈ നെയ്ത്തുകാർക്ക് ചില്ലറ വിറ്റാൽ എത്ര വിൽക്കും? കാലി മുതലാളി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ഈറ്റ വാങ്ങിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്നാ അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടുപിടിക്കുക, നമുക്ക് അത് കൊടുക്കാം. ഗോപാലൻ എന്നോട് ചെയ്തതും ഒരു ചെയ്യുവാണ്. ഈറ്റ എനിക്ക് തരാനാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ എടുത്തോളാം. എങ്കിൽ കുറുപ്പിയേട്ടന് എന്തെങ്കിലും അഡ്വാൻസ് തരണം. ഞങ്ങൾക്കൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ്. എന്ത് വേണം മറുതണ്ണി? കുറുപ്പിയേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. ആട്ടെ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേരുണ്ട്. ഞാൻ ഒരു 1600 രൂപ അഡ്വാൻസ് തരാം. ഈറ്റ വന്നിട്ട് വില നിശ്ചയിക്കാം. അങ്ങനെയാണ്. വാ വാ. സൂക്ഷിച്ച് കാല് വഴുക്കും. അവിടെയാ നമുക്ക് പോകേണ്ടത്. നിനക്ക് ഒരു കുറുക്ക് വഴി വട്ടം കൊണ്ട് അതിലേ പോയാലേ നരിയൊക്കെ ഉണ്ടാവും. ഇതിലേ അങ്ങ് പോവാം. സൂക്ഷിച്ചോളി. കിണറ്, വട്ടക്കിണറ്, താടിപ്പോണ്ട. ആ കാണുന്നത് സൂക്ഷിച്ച് നടക്കും. നിന്റെ കൈ ഞാൻ പിടിക്കാതെ വഴിക്ക് പറയാണ്. കൈ പിടിച്ചോടാ. കയ്യും കാലും പിടിച്ച് നിന്നെ 10 പ്രാവശ്യം തള്ളിയിടുന്നു കേട്ടോ. നാട്ടിലെത്തട്ടെ മോനെ, നിനക്ക് വിളിച്ചിട്ടുണ്ടതാ കേട്ടോ. കഷണ്ടി 2 എണ്ണാക്കും. കഷണ്ടിന്ന് വിളിക്കരുത്. എന്താ വിളിച്ചാൽ എന്താക്കും? അയ്യോ കാലി നടക്കും. പോയല്ലോ ഈശ്വരാ. അയ്യോ നടക്കുന്നു. ഇതുവരെ കുന്നും മല കയറി പോരാ. ഇപ്പൊ മരം കയറണോ?
കാശിന്റെ ഞാൻ സൂക്ഷിക്കണേ. ആ സൂക്ഷിക്കാനൊന്നുമില്ല, നടന്നു ഇതാ. എനിക്ക് തരാനുള്ള ഒരു രൂപയില്ലേ, ആ. അത് നീ തരട്ടെ, നീ എടുത്തോ. എടുക്കട്ടെ? നീ സൂക്ഷിക്കണേ. അല്ല പിടിക്കണേ. ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. മെല്ലെ നടക്കേ. ദേ കാണുന്നതാ ചെകുത്താൻ പാറ. അവിടെയാ നല്ല ഈറ്റയുള്ളു. ഇതിലേ വേണം പോവാൻ. നടക്ക്. ഗോപാലൻ വിവരമറിഞ്ഞ എന്താ? വറുതുണ്ണി ഈറ്റ മുഴുവനും കുറുപ്പിന് കൊടുക്കാൻ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ച് കാട്ടിൽ പോയി. കാട്ടിപ്പോയി വിവരം ഞാൻ അറിഞ്ഞു, പക്ഷേ കുറിപ്പിന്റെ പണം വാങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. അവർ ഈറ്റ മുഴുവനും കുറുപ്പിന് കൊടുക്കുകയാണെങ്കിൽ പേപ്പറുമായിട്ടുള്ള എന്റെ കോൺട്രാക്ട് കാര്യം കുഴപ്പത്തിലാകും. ഞാൻ പുതിയ തുടങ്ങിയൊരു ബിസിനസ്സാണ്, എനിക്ക് വളരെയധികം നഷ്ടം വരും. മുതലാളി ഭയപ്പെടണ്ട, ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ കുറിപ്പിന് അവർ ഈറ്റ കൊടുക്കില്ല. നമ്മളെല്ലാം ഒരുമിച്ചാണ് കാട്ടിലേക്ക് വരുന്നത്, ഒരുമിച്ചാണ് ഈറ്റ വെട്ടുന്നത്. നാം വെട്ടുന്ന ഈറ്റയെല്ലാം ഒന്നിച്ചിടണം, നാട്ടിൽ കൊണ്ടുപോയി ഒരുമിച്ച് വിൽക്കണം. കിട്ടുന്ന പണം ഒന്നുപോലെ വീതിക്കണം. എന്നെ വിശ്വാസമുള്ളവർക്ക് ഈറ്റ ഇവിടെ കൊണ്ടുവന്നിടാം. ആർക്കും എന്നെ വിശ്വാസമില്ലേ? വറുതുണ്ണി ചതിക്കില്ലടാ. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാഞ്ഞിട്ടാണ് ഗോപാലൻ നമ്മെ ചതിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശരിയാണ്. ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഈറ്റ ഇവിടെ കൊണ്ടിടാ. കൊണ്ടിടാൻ കൊണ്ടിട. അത് കേട്ടോമ്മേ, അവന്റെ വരവുണ്ടോ? മര്യാദക്കാരനായി. നാരായണ, എന്താ എനിക്ക് തന്നൂടെ? 4 പേര് കാണുന്നവരാ. എടാ ഈറ്റ എനിക്ക് തന്നൂടെ? ഈറ്റ തരാൻ മനസ്സിലാന്ന് പറയടാ. പറഞ്ഞു, നീ അധികം ആളാകരുത്. അത് തന്നെ അങ്ങോട്ടും പറയാനുള്ളത്. ഈറ്റ ഞങ്ങൾ മുതലാളിക്ക് തരില്ല, നല്ല വിലയ്ക്ക് വേറെ. മുതലാളി പോ. ഇവനൊക്കെ മുതലാളിയായത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടെ? കള്ള് വിറ്റിട്ടല്ല,
കള്ളു തന്ന് നമ്മയൊക്കെ പറ്റിച്ചിട്ടാ ഒരു മുതലാളി. അമ്മേ, എന്താടാ? ഞാൻ വീണ്ടും തിരിച്ചു വന്നു. തല്ലണേ. ചാക്കരി പിടിച്ചു കൊടുക്ക. ഇന്നെന്താ അമ്മ എന്തെങ്കിലും ഉണ്ടാവോ? അയ്യോ അയ്യോ ഞാൻ എന്താ പറമാണോ പേടിക്കാൻ? കാട്ടില് രാമൻ ആദ്യം പോവല്ലേ? എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. ഞാൻ പേടിക്കില്ല. നമുക്ക് പോകാം, മഴ വരുന്നു. വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്ക് മഴ തന്നാ. കുളിർത്തപ്പം കുരുത്തു വന്നത് മംഗല്യ പൂങ്കിനാവ്, നല്ല മധുരത്തേൻ കിനാവ്. കുരുത്തു വന്നത് മംഗല്യ പൂങ്കിനാവ്, നല്ല മധുരത്തേൻ കിനാവ്. തുള്ളിക്കൊരു കുടം പേമാരി, ഉള്ളിലൊരു തുടം തേന്മാരി. തുള്ളിക്കൊരു കുടം പേമാരി, ഉള്ളിലൊരു
കരളിനുള്ളില് കുളിരിടുന്നത് കല്യാണരാവാണേ, നല്ല തേനിലാവാണേ. കരളിനുള്ളില് കുളിരിടുന്നത് കല്യാണരാവാണേ, നല്ല തേനിലാവാണേ. തുള്ളിക്കൊരു കുടം പേമാരി, ഉള്ളിലൊരു തുടം തേന്മാരി. മാനതിരിക്കണ കുളിരും കോരി കണ്ണിൽ വന്ന വിരുന്നുകാരി. വിരുന്നുകാരി കുറുപ്പേട്ടാ, കുറുപ്പേട്ടാ. ആരാത്? ഞാനാ വറുതുണ്ണി. വറുതുണ്ണി എത്തിയോ? ചങ്ങാടം കടവിലെത്തിയിട്ടുണ്ട്. ഈറ്റ എവിടെ എത്തിക്കണമെന്ന് വെച്ചാൽ എത്തിക്കാം. ഈറ്റ പേപ്പറിലാണ് എത്തിക്കേണ്ടത്. ഇപ്പൊ രാത്രിയല്ലേ? വറുതുണ്ണി ഒരു പണി ചെയ്യും. ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങ്. നേരം വെളുത്തിട്ട് ലാറിയായിട്ട് ചെന്ന് ഈറ്റ ഏറ്റിക്കൊണ്ടിരാം. കുറുപ്പേട്ടന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാം. ആട്ടെ, വറുതുണ്ണി ഊണ് കഴിച്ചതാണോ? എന്നാ വരൂ, പായും തലേനും തരാം. ശരി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു നിമിഷം കൊണ്ട് അത് ഞങ്ങൾ ഏറ്റു മുതലാളി. ശരിപ്പിക്കോ. ചങ്ങാടം എവിടെയാ? രാത്രിയിൽ ആരോ അയച്ചു വിട്ടു. അവനാണ് ഇത് ചെയ്തത്. ഇന്നലെ വരെ കള്ളം ചാരായൊന്ന് പറ്റിച്ച് നമ്മുടെ ഈറ്റ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കിയ ഗോപാല മുതലാളി. അവനെ വെറുതെ വിടരുത്. നമുക്ക് അവനോട് പരം ചോദിക്കണം. നമ്മൾ കാട്ടിപ്പോയി കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടുവരുന്നതാണ് ഈറ്റ. നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി അവൻ ചങ്ങാടം ഓർത്തു വിട്ടു. നമ്മൾ പറയുന്ന വില അവൻ തരണം. വരണം, വാടായല്ലായിരുന്നു. ഗോപാല, ഗോപാല, നീ ഞങ്ങളുടെ ഈറ്റ ചങ്ങാടം അറുത്തു വിട്ടു. ഒടുകിൽ നീ അതിന്റെ വില തരണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ തരണം. എന്താ ബഹളമുണ്ടാക്കാനാണോ ഭാവം? അല്ല, ഞങ്ങൾ കാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഈറ്റ കൊണ്ടുവരുന്നു. അത് ഈ ഗോപാലിന് കൊടുക്കാത്തത് കൊണ്ട് അയാൾ അത് അറുത്തു വിട്ടു. ഞങ്ങൾക്ക് ജീവിക്കറിയാമാനെ. ഞാനിതൊന്നും അറിഞ്ഞല്ല സാർ. നീ അറിയാതെ ഞങ്ങളുടെ ഈ പോയിട്ടില്ല. ഏമാനെ, ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരാമോ? ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. ഈറ്റയുടെ വില വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പെറ്റീഷൻ എഴുതി തരണം. ഞങ്ങൾ അന്വേഷിക്കാം. ഇവയാരും കൂട്ടം കൂടുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യരുത്. എല്ലാവരും പോണം. വറുതുണി എന്നല്ലേ പേര്? അതെ. വെറുതെ ബഹളമുണ്ടാക്കരുത്. പോയിക്കോളൂ.
സാറേ അവനെങ്ങനെ വെറുതെ വിട്ടാ പറ്റിയല്ല, ആള് ഭയങ്കരനാ. താനും അത്ര മോശക്കാരനല്ല. ജീവനും സ്വത്തുക്കളും അപകടത്തിലാണ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഞങ്ങളെ കിട്ടില്ല. മര്യാദക്ക് ജീവിക്കണം. അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ദോഷം വരുമെന്ന് വിചാരിച്ചാ വറുണി അങ്ങനൊക്കെ ചെയ്തത്. അതായിരിക്കും. വാർദുണ്ടിക്ക് എന്തുവാകാ? അവന് മേലോട്ട് നോക്കിയാ കർത്താവ് കൊടുത്ത ആകാശം, കീഴേ നോക്കിയാ ഭൂമി. അവൻ എന്നോടുള്ള ദേഷ്യ ചന്ദനത്തിലൂടെയാ. അത് ഞങ്ങളുടെ സ്വന്തം കാര്യം. അല്ല, അത് പാവം പിടിച്ച നിങ്ങൾ എന്തിനാ വലിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കള്ള് വേണമെന്ന് പറഞ്ഞപ്പോ കള്ളി ഞാൻ തന്നിട്ടില്ലേ? കാശ് വേണമെന്ന് പറഞ്ഞപ്പോ കാശ് തന്നിട്ടില്ലേ? വറുതുണ്ണിയുടെ വാക്ക് കേട്ടാ നിങ്ങൾ പട്ടിണിയാകും. ഞങ്ങളുടെ ഈറ്റ മുതലാളിക്ക് തന്നെ തരാം. ഇത്തിരി നല്ല സാധനമുണ്ട്, കഴിക്കാൻ. കഴിക്കുന്ന വേണ്ട അഡ്വാൻസ് വാങ്ങുന്നാരായണ. അപ്പൊ ഞാൻ വട്ടെ. അപ്പന്റെ കൂട്ടുകാരൻ അപ്പനെ ചതിച്ചു. ഞാനുടെ കാര്യമാണ് പറയുന്നത്. നാരായണേട്ടന്റെയും ആന്റോണിയുടെയും. ഗോപാലൻ കാശ് കൊടുത്ത് അവരെ പാട്ടിലാക്കി. ഇനി അവർ അപ്പനെ കൂടെ ഈറ്റവെട്ടാൻ വരില്ല, ഗോപാലിന് വേണ്ടി ഈറ്റവെട്ടാൻ പോകും. നിന്നോട് ആര് പറഞ്ഞു? ഗോപാലൻ അവർക്ക് കാശ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടാ വരുന്നത്. ആര് വിചാരിച്ചാൽ നിന്റെ അപ്പനെ ചതിക്കുന്നതാ? ഞാൻ പോയിട്ട് വരാം, നീ പോയി കിടന്നോ. ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. വറുണി, നമ്മൾ സ്നേഹിതന്മാരാ. നമ്മൾ അയൽവക്കാരില്ലേ? അതെ. മുതലാളിയുടെ പെണ്ണെങ്കിൽ നമ്മൾ ഈറ്റ വെട്ടാൻ പോയി. ഈറ്റ ചെങ്ങാടം കൊണ്ട് കളവ് കെട്ടിയിട്ടു. നേരെ മനസ്സിലാക്കി ചെങ്ങാടുമില്ല. വെറുതെ കാട്ടിഷ്ടപ്പെട്ട് കള്ളു കുടിച്ചത് മിച്ചം. നമ്മള് ഈറ്റ കൊണ്ടൊന്ന് ഗോപാല മുതലാളിക്ക് കൊടുത്തില്ലെങ്കിൽ ചെങ്ങാടം കടവ് തടും. നേരം ചെങ്ങാടം കാണില്ല. എനിക്ക് പോണത് വറുതുണ്ണിയും ഗോപാല മുതലാളിയും തമ്മില് അന്നത്തെ കാര്യത്തിൽ ഒരൊറ്റ ഉണ്ടെന്ന് വെച്ചോ, അത് നിങ്ങൾ തമ്മിൽ ആക്കിക്കോ. അതുകൊണ്ട് വറുതുണ്ണിയായി വറുതുണ്ണിയുടെ പാടായി. ബദിന്റെ കൂടെ ഞങ്ങൾ ഇനി ഈറ്റ വെട്ടാനില്ല. ഞങ്ങള് ഇനിയും കാട്ടി പോകും, ഈറ്റ വെട്ടും. പക്ഷെ കൊണ്ടുവരുന്ന ഈറ്റ ഞങ്ങള് ഗോപാല മുതലാളിക്ക് കൊടുക്കും. വറുതുണ്ണിക്ക് വിരോധം തോന്നരുത്. നമ്മൾ അയൽവക്കാരല്ലേ? അറിയണോ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നാളെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഞാൻ പറയാം. പണം കൊടുത്ത് കുറുപ്പിനെ തോൽപ്പിക്കാൻ മാത്രം ഷാപ്പുകാരൻ ഗോപാലൻ വളർന്നിട്ടില്ല. പറഞ്ഞി, ഇനിയും പണം എത്ര വേണമെങ്കിലും തരാം. ഈറ്റ വെട്ടുകാർക്ക് ആവശ്യമുള്ളത് കൊടുത്തേ. ഒറ്റ ഈറ്റ ഗോപാലിന് കൊടുത്തു പോകരുത്. ഈറ്റ ചങ്ങാടം ഇനി അവൻ അറുത്ത് വിട്ടാൽ ഈ കുറുപ്പ് ആരാണെന്ന് അവൻ അറിയും. ഗോപാലിനോട് വാങ്ങിച്ച കാശ് മടക്കി കൊടുത്തേ. ആ, പനി എങ്ങനെ ഇരിക്കുന്നു? ക്ഷീണം കുറെ ഉണ്ട്. അപ്പം കുറെ ബാർലി കൊണ്ടുവന്നിട്ടുണ്ട്, തിളപ്പിച്ച് കുടിച്ചാൽ മതി, ക്ഷീണം മാറും. ഇല്ല ഇല്ല, നല്ല പനിയുണ്ട്. അടങ്ങി നീ കിടക്ക്. നാളെ അപ്പം മലയ്ക്ക് പോവില്ലേ? ആ, നിന്നെ പനിയായിട്ട് തനിച്ചാക്കിയിട്ട് പോകുന്നതാണ് ഓർക്കുമ്പോഴാണ്. പോകാതിരിക്കാനും മേല. ആ, ഒരു പണി ചെയ്യാം. അന്നയോടും ഫിലിമിനോടും പറയാം. നീ അവിടെ പോയി കിടക്ക്. ഞാൻ അപ്പൻ്റെ കൂടെ മലയ്ക്ക് വരാം. നീ പറയുന്നേടാ. ഇല്ല, എനിക്കൊന്നുമില്ല, പനി കുറവുണ്ട് ഇപ്പൊ. ഒന്ന് പറ്റിയാന്നവിടല്ലോ ആ സന്ത് മോൻ വെക്കണം കേട്ടോ. ആ, എന്താ എല്ലാരും കൂടെ? മുതലാളി, ഞങ്ങൾ ഈറ്റ വെട്ടാൻ പോണ്. അതിനെന്താ ആവശ്യത്തിന് കള്ളോ ചര? എന്താന്ന് വെച്ചാൽ വാസന വാങ്ങിച്ചു കുടിച്ചോ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. മുതലാളി തന്ന പണം തിരിച്ചേൽപ്പിക്കാൻ വന്നാ. ഇതാ മുതലാളി സ്ത്രീയനാ. നാരായണ, വറുതുണ്ണിയുടെ കൂടെ നടന്നാ നിങ്ങക്ക് ജീവിക്കാൻ പറ്റിയല്ല. വറുതുണ്ണി അല്ലനാ, ഞങ്ങൾ ഇനി ഈറ്റ വെട്ടാൻ പോകും. പക്ഷെ ഞങ്ങളിവിടെ ഈറ്റ മുതലാളി തരികയില്ല. ആ, ഞങ്ങൾ പോണ്. എടാ അന്തോണി, നീ കൂടിക്കളാ മലയാളിയുടെ കൂടെ. നന്ദി കേട്ട ശവമേ. വറുതുണ്ണി എനിക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന മുതലാളിയാണ് എന്നെ രക്ഷിക്കുന്നത്. നിങ്ങളാണ് മുതലാളിയോട് നന്ദി കേട് കാണിക്കുന്നത്. അന്തോണി, ഈ വറുതുണ്ണി ഇങ്ങനെ വിട്ടാ പറ്റിയല്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. വേണ്ട, കുറച്ച് കഞ്ഞിയല്ലേ ഉള്ളൂ, ഇതൂടെ കുടിക്കേ. വേണ്ട ശ്രീധേ. എന്താ രാമേട്ടാ, വിശപ്പ് തോന്നുന്നില്ലേ? ഇതാ ചമ്മന്തി. രാമേട്ടൻ എന്തിനാ കരയുന്നത്? ഈ കാഴ്ച ഞാൻ നിങ്ങൾ കുടിക്കാൻ തരത്തില്ല. ഇത് മോക്ക് എന്തെങ്കിലും. അവക്കിപ്പോ എന്തോ വാങ്ങിക്കാനാ?
ആവശ്യത്തിനുള്ള തുണിമണിയൊക്കെ ഉണ്ടല്ലോ. ഇത്തിരി പൊന്നു മേടിക്കാനാന്നേ ആ പെണ്ണ് പൂച്ചപ്പിന്നിട്ടോണ്ടാ നടക്കുന്നത്. എടി അതൊക്കെ പിന്നെ ആകട്ടെ. ഇപ്പൊ ഈ കാശുകൊണ്ട് നമുക്ക് ഈ പേരെയൊക്കെ നന്നാക്കാം. കിടക്കുന്നത് കിടപ്പ് കണ്ടില്ലേ? വീട് നന്നാക്കുന്നൊക്കെ പിന്നെ. പെണ്ണിന് കല്യാണപ്രായമായി. അവളെ ആരെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വെക്കുമ്പോ കാതിലും കഴുത്തിലും എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? പെണ്ണ് പെരഞ്ഞിറങ്ങിക്കുന്നതിന്റെ വേദന എനിക്കറിയാം. എടി കൊള്ളാവുന്നൊരു ചെറുക്കനെ കിട്ടട്ടെ. നീ നോക്കോ, എന്റെ മോടെ കല്യാണം പൊടി പൂരുവായിട്ട് നടത്തും. ആ കുറച്ച് വെള്ളം കുളിക്കണ എനിക്ക് വയ്യ. കുറച്ച് ഉറങ്ങണം എനിക്ക്. എല്ലാവർക്കും വെട്ടാനുള്ള ഈറ്റ് ഇവിടെ ഇല്ല. ആ നേരാ. വർദ്ധനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഈറ്റ് വെട്ടിക്കോ, ഞങ്ങൾ ചെയ്താൻ പറയ്ക്ക് പോവാ. ആ എനിക്കുള്ള ഇവിടെ ഉണ്ട്. ആ എന്താടാ അറിയോ? എടാ അതൊരു പേരടാ, ചെയ്താലടാ. ആ കുടിച്ച കഷ്ടി ഗോപാല, ഗോപാല, കാര്യം ആകെ കുഴപ്പത്തിലായി. വറുതുണ്ടിയും മറ്റും കൊണ്ടുവരുന്ന ഈറ്റ എന്ത് വില കൊടുത്തും കുറുപ്പ് ഇത്തവണ മേടിക്കും. അയാൾക്ക് വാശിയാണ്. എന്റെ കോൺട്രാക്ട് പൊട്ടും, നിങ്ങളുടെ ബിസിനസ് തകരും. ഒരു തുണ്ടീറ്റ കുറുപ്പിന് കിട്ടരുത്. അതിന് ഗോപാലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മുതലാളി, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഈ മണപ്പുറത്ത് മറ്റാരും വീറ്റ കച്ചവടമാക്കില്ല. പനി കൂടുതലുണ്ടെങ്കിൽ ഞാൻ വൈദ്യരോട് പറഞ്ഞ് വേറെ മരുന്ന് മേടിച്ചോണ്ട് വരാം. വേണ്ട, പനി കുറവുണ്ട്. രാമു, എന്താ? ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം. ഈ നാട് വിട്ട് എന്റെ അപ്പനെയും കളഞ്ഞിട്ട് ഞാൻ എവിടെയും വരത്തില്ല. നീ നിന്റെ അപ്പനെ ഉപേക്ഷിക്കണം. ഞാൻ എന്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കും. എന്നിട്ട് നമ്മൾ പോകും. പോണം. നിനക്കറിയാമോ, എനിക്ക് വയറ്റിലുണ്ട്. രാമു, നിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത്. ഇനി എനിക്കും നിനക്കും ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോണം. അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ശ്രീദേവി, രാമോട്ട, നമ്മൾ സ്നേഹിച്ചു, എന്തൊക്കെ കൊതിച്ചു. ഇപ്പോ ശ്രീദേവി, രാമോട്ട, എന്നെ ഇനി വിളിക്കരുത്. അന്നച്ചേടത്തിലെടുത്ത് ചെല്ലു. അവരുടെ കുഞ്ഞിന് ഒരച്ഛൻ വേണം. ഞാൻ പോകുന്നു. രാമു, രാമു, എടാ രാമു, നിന്റെ അപ്പനെ കൊല്ലാൻ ഗോപാലൻ ആളിനെ കൂട്ടി കാട്ടിലോട്ട് പോയത്. അയ്യോ, വേണ്ട, പോണ്ട. അയ്യോ, ഇവിടെ ഞാൻ പോട്ടെ. ഇപ്പൊ ഇവിടെ നടക്കാം. ഇതിലെ മുതൽ ഇതിലെ ഇതാ ആ വഴി അങ്ങോട്ട് കിടക്കാം. അതാ അങ്ങോട്ട്.
നീ എന്റെ എന്താടാ? എന്റെ അപ്പൻ. എടാ, അവനെന്താ വീണ്ടും ചോദിക്കുക? എന്താടാ വേണ്ടത്? എന്താ വേണ്ടെന്ന്? എന്റെ അപ്പനെ ബാബുവാ.
നീക്കിയിടേ. അപ്പാ മോനെ 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 എന്താ മോനെ അപ്പൻ എന്നെ വളർത്തിയത് പോലെ അപ്പൻ എന്നെ വളർത്തിയത് പോലെ എന്റെ കുഞ്ഞിനെ വളർത്തണം. നിന്റെ കുഞ്ഞ്? ആരുടെ കുഞ്ഞ്? നീ എന്തായി പറയുന്നേ? അന്നവിടെ വയറ്റില് എന്റെ കുഞ്ഞിന് അപ്പനോട് ക്ഷമിക്കും.
Thank you.